ഇനി എങ്ങോട്ടാണ് നിങ്ങൾ? പക്ഷെ ഒറിജിനൽ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ രണ്ടുപേരും ഒരൊറ്റക്കെട്ടായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നാണ് നിങ്ങളുടെ കല്യാണം? അവസാനം ഒരിക്കലും ഒരു ക്വാർട്ടർ അടിക്കാനുള്ള പൈസയിലും തരുമെന്നൊക്കെ ചോദിച്ചു വരും. പിന്നെ ആധാരം പണയം വെച്ച് ആ ആധാരത്തിന് കിട്ടിയ പൈസയ്ക്കാണ് ആദ്യത്തെ വണ്ടി മേടിച്ച് അതിൻ്റെ അകത്ത് കിട്ടിയ 2500 കൊണ്ടാണ് യാത്ര. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ വഴുത്തലക്കാരനാണ്. ഇന്ന് നമ്മൾ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ്. എബുൾജെറ്റ് എല്ലാവരും കണ്ടു കാണും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വാൻ ലൈഫ് ആദ്യമായിട്ട് ഇവരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യമായിട്ട് രണ്ടു പേർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെ പോകുന്നു വാൻ ലൈഫ്? അടിപൊളിയായിട്ട് പോകുന്നു. ഒറ്റ ചോദ്യത്തിൽ ഉത്തരം തന്നിരിക്കണം. അടിപൊളിയായിട്ട് പോകുന്നു. അതല്ല, നമുക്ക് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലിബിനും എബിനും പുതിയ ക്യാരവാൻ അല്ലെങ്കിൽ ക്യാമ്പർമാനൊക്കെ എടുത്തു. ഇനി എങ്ങോട്ടാണ് നിങ്ങൾ യാത്ര? ആദ്യമായിട്ട് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഇനിയിപ്പം ഇന്ത്യയിൽ ഇറങ്ങാൻ വേണ്ടി കുറച്ചും കൂടെ, അതായത് നോർത്ത് ഈസ്റ്റിന്റെ കുറച്ച് ഭാഗവും പിന്നെ ജമ്മു അതുപോലെ തന്നെ സിക്കിം അങ്ങനെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ കറങ്ങിയിട്ട് നേരെ ഇന്ത്യക്ക് വെളിയിൽ പോകണമെന്നൊന്നും പോയിട്ടില്ല. സിക്കിമിൽ നിന്ന് തിരിച്ചു പോരുവാണ് ചെയ്തത്. വണ്ടി പഴയ വണ്ടി അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ലെന്നുള്ള ഡാർജിലിംഗിൽ തിരിച്ചു. അപ്പോൾ അത് മൊത്തം കവർ ചെയ്യുന്നു നോർത്ത് ഈസ്റ്റ്. അതെ, പിന്നെ ജമ്മു ആ ഏരിയ കൂടെ കവർ ചെയ്തിട്ട് നേരെ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുള്ള കാർനെറ്റും അതുപോലെ വിസ പ്ലാനിങ് ഒക്കെ. പിന്നെ ഇവന് പാസ്പോർട്ട് ഇല്ല. അപ്പൊ ഇവന് പാസ്പോർട്ട് എനിക്കുണ്ട്. ആധാറിലൊരു പേര്, പിന്നെ വേറെ പിന്നെ SLC-ക്കൊരു പേരൊക്കെ പേരെല്ലാം റെഡിയാക്കി പിന്നെ ഇതൊക്കെ എടുക്കണം പാസ്പോർട്ട്. എൻ്റെ ഒരു സജഷൻ തരാം. ഡിസംബർ ജനുവരിയിൽ കാശ്മീരിലേക്ക് പോയിട്ട് കാര്യമില്ല, എൻട്രി ഇല്ല. അതിപ്പോ മണാലി പോകുന്നെന്ന് പറഞ്ഞാൽ കപ്പിൾസ് മണാലി പോയിട്ട് കാര്യമില്ല. ആർമിക്കാർ അവിടെ അങ്ങ് ക്ലോസ് ചെയ്യും, പിന്നെ അങ്ങോട്ട് കേറണ്ട എന്നൊരു ബോർഡർ അങ്ങ് വെക്കും. മക്കളെ തിരിച്ചു പോകോളാൻ അല്ലാണ്ട് വേറെ ഒന്നും പറയല. അതുകൊണ്ട് ജനുവരിയിലേക്ക് പോയിട്ട് കാര്യമില്ല. ഒരു ജനുവരി ലാസ്റ്റ്, ഒരു ഫെബ്രുവരി പകുതിയോട് കൂടി ജമ്മുവിന് പോവുക. അതെന്റെ ഒരു സജഷനാണ്. അല്ല, ഞങ്ങൾ ഈ നേരെ നോർത്ത് ഈസ്റ്റ് പോയിട്ടേ പോകത്തുള്ളൂ. നോർത്ത് ഈസ്റ്റ് പോയിട്ടേ പോകുന്നു. ജമ്മു, അതായത് നമ്മളിപ്പം ഈ ജമ്മു ആ ഏരിയയിലൊക്കെ പോകുന്നത് നമ്മുടെ അടുത്ത് വീഡിയോ ആണ്, ബാക്കപ്പ് വീഡിയോ. ബാക്കപ്പ് വീഡിയോ ഒന്നുമില്ല ജമ്മുവിലൊന്നും പറ്റൂല. ഇന്റർനെറ്റ് പ്രശ്നമുള്ളൂ. ഓക്കെ. അതുപോലെ എല്ലാവരും ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, അതായത് ഈ യാത്രയിൽ എന്താണ്? അതേ ഉള്ളൂ, മറക്കാൻ പറ്റാത്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഞങ്ങള് ആദ്യത്തെ ട്രിപ്പ് വന്നിട്ട് ഒരു വണ്ടി തങ്കപ്പെന്ന് വിളിക്കുന്നത്, ഞങ്ങളെ തങ്കപ്പെന്ന് വിളിക്കുന്ന ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. അന്ന് ഞങ്ങൾക്ക് കൈ കാശില്ല, വെറും 2500 രൂപ കൊണ്ട് വീട്ടിലിറങ്ങിയതാണ്. ആ വണ്ടി കത്തിപ്പോയപ്പോൾ ഞങ്ങളവിടെ ആരും പറഞ്ഞേ വിശ്വസിക്കില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ ബേസ് സ്റ്റേറ്റിൽ നമ്മൾ ഭക്ഷണം കഴിച്ചേ ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലെയാണ് ഈ വണ്ടി വാങ്ങിയത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരിക്കലും എപ്പോഴും ഒരു സ്വപ്നം മാത്രമായിരുന്നു ഒരു പുതിയ വാഹനം എന്നുള്ള സംഭവം. പക്ഷെ ഈ ഒരു വണ്ടി കാരവാൻ വാങ്ങിച്ചപ്പോ ഒരുപാട് അതൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വണ്ടി. ഞങ്ങൾ വണ്ടി മേടിക്കാൻ ലേറ്റ് ആക്കുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ നല്ല സഹോദരന്മാർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാല്, നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മതി, ഇനി വീഡിയോ ഇടണ്ട. കേരളത്തിൽ ചർച്ച ചെയ്യാൻ 2 വണ്ടി, ഒന്ന് മമ്മൂക്കയുടെ കാരവാനും ഒന്ന് ഞങ്ങളുടെ കാരവാനും കേരളത്തിൽ ചർച്ച ചെയ്യല്. എല്ലാവരും ലിബിന്റെ എബിന്റെ വണ്ടീനെ കുറിച്ചുള്ള ഒരു ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുക. അതുപോലെ ഇവരുടെ വണ്ടിയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണാൻ മറക്കരുത്. ഞാൻ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും ഇടാം. അതുപോലെ എന്നാണ് നിങ്ങളുടെ കല്യാണം? അയ്യോ, അങ്ങനെ ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് സംബന്ധിച്ചാൽ നമ്മൾ രണ്ടുപേരും എന്താ പറയുക, യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ കൂട്ടുകാർ കൂടി പോകും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഒരാഴ്ച. പക്ഷെ ഒറിജിനൽ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഒരു യാത്രയിൽ ഇപ്പം നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വീട്ടുകാരായിക്കട്ടെ, അപ്പനും അമ്മ പോലും വിളിച്ച് നമ്മൾ ഫോൺ എടുക്കാറില്ല. അതെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് വിളിക്കുക. അതിന് സംബന്ധിച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരൊറ്റക്കെട്ടായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതായത് നമ്മൾ രാത്രിയിലൊക്കെ വിളിക്കണം. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അതായത് ചേട്ടൻ കല്യാണം കഴിച്ചല്ലേ, ഇങ്ങോട്ട് വിളിച്ചിട്ട് അതാണ് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിനെ ഫുൾ ഇത് ചെയ്യുക, കോൺസെൻട്രേഷൻ, കണ്ടന്റ് ആണ് മെയിൻ. നമ്മള് അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ 200-300 കിലോമീറ്റർ ഓടിയിട്ടാണെങ്കിൽ ഒരു വീഡിയോ എടുക്കും. ഞങ്ങൾക്ക് വെച്ചിട്ട് ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടപ്പെടില്ല. അപ്പൊ 4-5 ഒരു കണ്ടന്റ് വീഡിയോ കയറണം നമ്മുടെ ഒരു ഇത്. അപ്പൊ നമുക്ക് അങ്ങോട്ടും കുറെ ഫോൺ ഇങ്ങോട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറ്റൂല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ചേട്ടാ ചോദിച്ചല്ലോ, ഞങ്ങളിപ്പം രാവിലെ മുതൽ ചിലപ്പോൾ ഉച്ച വരെ ഒരു കിടിലം വീഡിയോ ഷൂട്ട് ചെയ്യും.
ഞങ്ങളുടെ ചിലപ്പോൾ എവിടെയും കൈയൊക്കെ തട്ടി ഇത് മൊത്തം ഫോർമാറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പൊ പിന്നെ വീണ്ടും വെപ്രാളം തുടങ്ങി. അപ്പൊ ഉച്ച പോലെ വൈകുന്നേരം വരെ പിന്നെ അടുത്ത വീഡിയോ പിടിക്കണം. ഞങ്ങൾ ഇന്ന് പിടിക്കുന്ന വീഡിയോ തന്നെയാണ് അന്ന് തന്നെ ഇടുന്നത്. അത് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത്. അത് മാത്രമല്ല ഇപ്പൊ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും വരുന്ന പോലെ ഒച്ചപ്പാടും അഭിപ്രായ വ്യത്യാസം വരും. അഭിപ്രായ വ്യത്യാസം വീഡിയോ ഉള്ളൂ. എന്താണേലും ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് അഭിപ്രായം വരും. അതാണ് പറഞ്ഞാൽ കുറെ പേര് കൂടി ഒരു കാര്യം ചെയ്യരുത്, പാമ്പ് വലിയ ചാവൂലെന്നൊക്കെ പറയുന്ന പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് മാത്രമല്ല പിന്നെ ഈ ഒരു വാൻ ലൈഫ് യാത്ര എന്ന് വെച്ചാൽ മറ്റ് യാത്രകൾ പോലെയല്ല. നമുക്ക് കറക്റ്റ് പോയി കിടക്കാൻ വേണ്ടി സ്പോട്ടില്ല. പിന്നെ നമ്മൾ നാളെ എന്താ കാണുന്നതെന്ന് അറിയില്ല, നാളെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പം പഴയ നെപ്പോളിയൻ ഉണ്ടായിരുന്ന സമയത്ത് വെച്ചാൽ നമ്മൾ കിടക്കണ സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പോണ സ്ഥലം ഇതൊന്നും ഒരിക്കലും സേഫ് അല്ല. പക്ഷെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ചെല്ലുക. കുറേ സ്ഥലത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ തരണം ചെയ്യണം. അതായത് ഇപ്പോൾ സപ്പോസ് കേരളത്തിന് പുറത്ത് ഒരു പോലീസുകാർ നമ്മളോട് വന്ന് അപമര്യാദയിൽ പെരുമാറുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും അവരോട് കാല് പിടിച്ച് നമ്മൾ അവരോട് സമാന്യമായിട്ട് സംസാരിക്കണം പറയും. പക്ഷെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അവർ തന്നെ നമ്മൾ അടിച്ചിരുത്തി കളയും. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. പട്ടാളക്കാരോ പോലീസുകാരോ ഒരിടത്തും കയറി ചെല്ലാത്ത കഞ്ചാവ് മാഫിയയുടെ അടുത്ത് പോയ വീഡിയോ. അതെ, അതങ്ങനെ ഇറങ്ങി പോണ ആ വീഡിയോ ഉണ്ടല്ലോ, അത് ഭയങ്കര റിസ്കി ആയിരുന്നു ആ സംഭവം. പറഞ്ഞാൽ അവിടെയൊന്നും ആരും പോകുകയില്ല. ശരിയല്ലേ? പേടിച്ചിട്ട് നിങ്ങൾ എങ്ങനെ പോയെന്ന് ഞാനും ആലോചിച്ചു. അതായത് നമ്മള് ചില സ്ഥലത്ത് നമ്മൾ പൊട്ടനാണ്, ചില സമയത്ത് നമ്മുടെ തന്തയ്ക്ക് ശരിക്കും തന്തയ്ക്ക് വിളിക്കും, നമ്മളത് കേട്ടില്ലെന്ന് ചിരിച്ചും കളഞ്ഞാക്കുക. അതായത് ഓരോ ആൾക്കാർ, അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നമ്മൾ അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവാം. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനൊക്കെ സ്വപ്നം കണ്ടു പോകുമ്പോൾ ഈ പോകുന്ന വഴി പോലീസുകാർ തടഞ്ഞ് നമ്മുടെ സകല മൂഡ് നശിപ്പിച്ചു കളയും. തടയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേല് വണ്ടിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ട് പൈസ അടിക്കാന്നുള്ളൊരു, കാരണം നമ്മുടെ ആൾക്കാർ കൈനീട്ട് പൈസ കൊടുക്കും. കാരണം നമ്മുടെ ആൾക്കാർക്ക് പ്രശ്നങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യമില്ല. ആ ബേസിലാണ് നമ്മുടെ അടുത്തും വരണേ. ഞങ്ങളുടെ പൈസ ഇല്ല, അപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കാൻ തോന്നുന്നുണ്ടാവില്ല. അവസാനം ഒരു ക്വാർട്ടർ അടിക്കാനുള്ള പൈസയിലും തരുമെന്നൊക്കെ ചോദിച്ചു വരും. പക്ഷെ എന്താ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അടിപൊളി സ്ഥലങ്ങൾ കാണുമ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂഡ് സത്യം പറഞ്ഞ് പോവും. മനസ്സിലായില്ലോ? നമ്മൾ അടിപൊളി സ്ഥലം കാണാൻ പോകുമ്പോൾ ഈ വഴിയിൽ ഇൻസിഡന്റ് ഒക്കെ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വേറെ ഉണ്ട്, ഒരു നിയമമല്ല. പല സംസ്ഥാനത്ത് പല നിയമമാണ്. നമ്മളെ ചിലപ്പോൾ കേരളത്തില് അലോഡ് ആയതല്ല, കർണാടകത്തിൽ അലോഡ് ആകും. അങ്ങനെ ഒരു പ്രശ്നം എല്ലാ കാര്യത്തിലും അതൊക്കെ നമ്മളെ ശരിക്കും ബാധിക്കും. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്രയാണ് പ്രായം? എനിക്ക് 96, 24, ഇവന് 23. ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് എല്ലാവരും അറിയാൻ അടുത്ത ആഗ്രഹിക്കുന്നത്. സത്യം പറയാലോ, പിന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എത്തിയത് ഒരു സാറിന്റെ കനികൊണ്ടാണ്. ആ സാർ ഇങ്ങനെ ജയിപ്പിച്ചു വിടും. സാറിന് സ്കൂളിൽ ഭയങ്കര ഹോൾഡാ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ജോലി ചെയ്യാൻ ഇതും കണ്ടിട്ട് ഒരു പാവം തോന്നി. നമ്മൾ സ്കൂളിൽ പോകാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെത്തിയ സാമ്പത്തികമൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് നമ്മളങ്ങ് പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും ക്ലാസ്സിലും കാര്യങ്ങളൊന്നും പോയില്ല. അപ്പൊ ആ സാറിന് ഒരു അനുകമ്പ തോന്നിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ജയിപ്പിച്ചിട്ടാണ് 10ാം ക്ലാസ് എത്തിയത്. 10ാം ക്ലാസ് എത്തിയപ്പം ടീച്ചർമാരൊക്കെ ഒരു വാശിയായിരുന്നു ഞങ്ങൾ ജയിപ്പിക്കണമെന്ന്. അപ്പൊ ഈ കാണാപ്പാടം എഴുതി പഠിപ്പിക്കൂലേ, അങ്ങനെ ഈ വരുന്ന സംഭവങ്ങളൊക്കെ ടീച്ചർമാർക്ക് അറിയില്ല. അങ്ങനെ എഴുതി പഠിച്ചാൽ 10ാം ക്ലാസ് ജയിച്ചേ. അങ്ങനെ +2 സ്കൂൾ പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു സ്കൂളിൽ കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം +2 ഞാൻ പിന്നെ +1 എഴുതി പൊട്ടി, 2ാമത് എഴുതി പൊട്ടി. അത് കഴിഞ്ഞ് +2 5 പ്രാവശ്യം എഴുതിയിട്ടാ എനിക്ക് കിട്ടിയത്. അത് ഈ കാണാപ്പാടം എഴുതിയിട്ടാ. ഇവൻ പിന്നെ +1 വരെ പോലും, അത് കഴിഞ്ഞ് പരിപാടി നിർത്തി. ഞാൻ ഇപ്പം വിദ്യാഭ്യാസം ചോദിച്ചത് എന്തിനാണെന്നറിയോ? എല്ലാവരും ഇവരെ താത്താനാണെന്ന് വിചാരിക്കരുത്. ചെറിയൊരു വിദ്യാഭ്യാസമേ ഉള്ളൂ എങ്കിലും ഇവർ ഈ ലെവലിൽ ഇന്നത്തെ ഈ കാണുന്ന ebulljet ആകാൻ ഇവർ ഒരുപാട് കഷ്ടപ്പെടും. നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രയത്നിക്കാൻ പറ്റുമോ അത്രത്തോളം ഇവർ സഫർ ചെയ്തു എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഇവരുടെ ഈ പെർഫോമൻസ്. അതായത് ഈ ഒരു ലെവല് കാരവാൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് 180 വീഡിയോ അനുസരിച്ച് ഞങ്ങൾ യൂട്യൂബ് വെറുതെ ഇട്ടിട്ട് ഡെയിലി ഒരു മനുഷ്യൻ പോലും കാണാനില്ല. ഞങ്ങൾ രണ്ടും പിന്നെ വേറെ ഇങ്ങനെ ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒന്നും ഈ കാണുന്ന യൂട്യൂബില് ഞങ്ങളെ ആദ്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇതാണ്. നമുക്ക് യൂട്യൂബ് തുടങ്ങി, പക്ഷെ യൂട്യൂബ് എന്ന് വെച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഈ തുടക്കക്കാരെ നമുക്ക് അറിയത്തില്ല സംഭവം വെച്ചാൽ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. തുടക്കക്കാർക്കുള്ള പ്രശ്നം. അപ്പൊ നമുക്ക് ഏത് കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേപ്പെട്ടൊരു ആരും പറഞ്ഞില്ല. നമ്മൾ തന്നെ ഒരു ദിവസം മനുഷ്യന്റെ അങ്ങോട്ട് മെസ്സേജ് അയക്കും, മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വിളിച്ചത് മനുഷ്യനാണ് ഇങ്ങോട്ട് വിളിച്ചത്, ഇവരെ ക്ലിയർ ചെയ്ത് കൊടുത്തത്. വേറെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ 2ാമത്തെ വണ്ടി ആദ്യത്തെ വണ്ടി കത്തിപ്പോയും
രണ്ടാമത്തെ വണ്ടി എടുത്ത് മനീഷന്റെ വീട്ടിന്റെ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ 2 സ്ഥലത്ത് മനീഷുണ്ട്. ഇപ്പൊ 3ാമത്തെ വണ്ടി എടുത്ത് മനീഷുണ്ട്. അതെ, മനീഷയുടെ ആ വണ്ടി കൊണ്ട് പോകുമ്പോ വെച്ചാല് ഇനി എന്ത് ഇവർക്ക് സത്യത്തിൽ അറിയത്തില്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താന്ന് പോലും അറിയാതെ. ഇപ്പോഴും അറിയില്ല. അല്ല, ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ആളാള് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതെന്ന് വെച്ചാൽ ഇവർ ആ ഒരു വണ്ടി മാത്രമാണ്. ആ വണ്ടിയിൽ ഒന്നുമില്ല, അത് തന്നെ ഓടാത്ത വണ്ടി. ഞങ്ങളവിടെ കൊണ്ട് ചെറിയ പൈസ കൊടുത്ത് ബ്രേക്ക് പോലും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. ആ വണ്ടി കൊണ്ടാണ് ഇവര് ബ്രേക്ക് ശരിയാക്കുക. ഞങ്ങളുടെ എന്തെങ്കിലും കാശില്ല. മനീഷന്റെ അവിടെ നിർബന്ധിച്ച് ശരിയാക്കി വിട്ടോ. മനീഷേട്ടൻ വേറൊരു കാര്യമുണ്ട്, ഞങ്ങള് ആദ്യത്തെ വണ്ടി കത്തിപ്പോകുന്ന സമയത്ത് മനീഷേട്ടൻ അവിടെ വന്നായിരുന്നു വണ്ടി. നമ്മുടെ അടുത്ത് ഫുഡ് കഴിക്കാനൊന്നും പൈസ ഇല്ല. അത് ശരിയല്ലേ? ഓരോരുത്തരും താളം അടിച്ച് ഓരോരുത്തരും താളം അടിച്ച് അവരവിടുന്ന് ഫുഡ് മേടിച്ച് അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ഞാൻ ഇവരിൽ കണ്ടൊരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇവര് എവിടെ കൊണ്ടിട്ടാലും ജീവിച്ചോളൂ. അതെ, തീയിൽ കുരുത്ത പിള്ളേരാണ്. അതല്ലേ, ഇവർക്കിനിപ്പോ ഈ വണ്ടിയിൽ ഒരു ചെറിയ വണ്ടി അറിയാം, എങ്ങനെയാലും ഇവർ ജീവിച്ചു. അവര് തീയിൽ കുരുത്ത പിള്ളേരാണ്. അവർക്ക് അതുകൊണ്ടൊന്നും വിഷയമില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവർക്ക് അതൊക്കെ സില്ലി മാറ്ററാണ് അല്ലേ, അതൊന്നൊരു കാര്യമല്ല. അവർ എവിടെ പോലും ജീവിച്ചോളൂ. അതുപോലെ പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോട്, നമ്മുടെ ഫാമിലിയോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും സാഹചര്യത്തിനെയോ അല്ലെ സമയത്തെയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെയോ പഴി പറഞ്ഞ് ജീവിക്കാതെ നമുക്ക് എന്ത് നേടണമെന്നുള്ള ലക്ഷ്യം ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് എനിക്കറിയില്ല എങ്ങനെ സ്വീകരിക്കുന്നു. അതായത് ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിന് പുറകെ പോകും. പക്ഷേ പല ആൾക്കാരും നമ്മളെ ദ്രോഹിക്കും, കുറ്റപ്പെടുത്തും, ചിലപ്പം തളർത്തിക്കളയും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ നിരന്തരം അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു സുപ്രഭാതത്തിൽ കിട്ടും. ഒരു സുപ്രഭാതം പറഞ്ഞ വേറെ ഒരു കാര്യമുണ്ട്. വെറും എന്താ വെച്ചാൽ അന്ന് നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് എല്ലായിടത്തും വണ്ടിയെല്ലാം മേടിച്ച് വെറും 2500 രൂപയ്ക്ക് ഞങ്ങൾ പോയതാ. ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും പൈസ ഉള്ള ക്യാരവാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പേർണിക്കാൻ നമുക്ക് അതിന് ഇത് നമുക്ക് എന്ത് സ്വന്തം അപ്പനെ പറ്റിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യണമെന്ന് ആലോചിക്കണം. അപ്പനെ പറഞ്ഞ് പിന്നെ ആധാരം പണയം വെച്ച് ആ ആധാരത്തിന് കിട്ടിയ പൈസക്കാണ് ആദ്യത്തെ വണ്ടി മേടിച്ച് അതിൻ്റെ അകത്ത് കിട്ടിയ 2500 കൊണ്ടാണ് യാത്ര ചെയ്തത്. അന്ന് ഭിക്ഷാടനമൊക്കെ എടുത്താണ് യാത്ര ചെയ്തത് എല്ലാവരും. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ebulljetനെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ ചേട്ടായുടെ ചാനലും കൂടെ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നമ്മളും ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ചെറുതായിട്ടേ വരുന്നുള്ളൂ, പയ്യെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം ഇവരുടെ ഇൻട്രോ ആയിരുന്നു, ഇന്ന് എൻഡിങ് ആയിക്കോട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇവിടെ വെച്ച് അവസാനം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് കൊടുത്ത് എഴുതാം. വീണ്ടും മറ്റൊരു വീണ്ടും കാണാൻ. ഗുഡ് ബൈ. അതാണ്.